വിണ്ണിലെ ദൈവിക ചൈതന്യം ഭൂമിയിലേക്ക് എത്തിക്കുന്ന ചാലകങ്ങളാണ് ഓരോ ക്ഷേത്രത്തിലെയും കൊടിമരങ്ങൾ എന്നാണ് വിശ്വാസം. യോഗപട്ടാസനത്തിൽ ചിന്മയമുദ്രാങ്കിതനായ ശ്രീ ശബരീശ പ്രതിഷ്ഠയോടൊപ്പം തന്നെ ഭക്തരുടെ മനസ്സിൽ മുഖ്യസ്ഥാനമാണ് ശബരിമലയിലെ സ്വർണധ്വജത്തിനും. 1950 തീപിടുത്തത്തെ തുടർന്ന് ക്ഷേത്രം പുനർനിർമ്മിക്കുകയുണ്ടായി. അതിനുശേഷമാണ് കൊടിമര പ്രതിഷ്ഠ നടത്തിയത്. കാലക്രമേണ കൊടിമരത്തിന് ജീർണത സംഭവിക്കുകയും തുടർന്ന് 2014 നടന്ന ദൈവപ്രശ്നത്തിൽ കൊടിമരം പുനർനിർമ്മിക്കണമെന്ന പ്രശ്നവിധിയുമുണ്ടായി. അതിനുശേഷം കൊടിമരത്തിന് അനുയോജ്യമായ തേക്ക് മരം കണ്ടെത്തുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. അന്വേഷണത്തിനൊടുവിൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ വയക്കര എന്ന സ്ഥലത്തു നിന്നും അനുയോജ്യമായ നല്ല ലക്ഷണമൊത്ത തേക്ക് മരം കണ്ടെത്തി. അതിൽ വസിക്കുന്ന പക്ഷിമൃഗാദികളോടും വൃക്ഷദേവതകളോടും അനുമതി വാങ്ങി തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ വൃക്ഷപൂജ നടത്തി. നിലത്ത് തൊടാതെ മുറിച്ച് വാഹനത്തിൽ കയറ്റി വൻ ജനാവലിയുടെ അകമ്പടിയോടെ പമ്പയിൽ എത്തിച്ചു. 1 വർഷത്തോളം വെയിലത്ത് ഉണക്കുകയും അതിനുശേഷം ചെത്തി ഒതുക്കി പ്രത്യേകം നിർമ്മിച്ച എണ്ണത്തോണിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. അത്തി, ഇത്തി, രാമച്ചം തുടങ്ങിയ 35 അപൂർവ പച്ചമരുന്നുകൾ കറുത്ത എള്ളെണ്ണയിൽ വറ്റിച്ച് പ്രത്യേകതരം ഔഷധക്കൂട്ട് ഉണ്ടാക്കി അത് എണ്ണത്തോണിയിലേക്ക് പകരുകയും അതിൽ തേക്കുമരം 6 മാസത്തോളം സൂക്ഷിക്കുകയുമാണ് ചെയ്തത്. ഇത് കാലാവസ്ഥാ മാറ്റം മൂലമുണ്ടാകുന്ന ബലക്ഷയത്തെ അതിജീവിക്കും എന്നാണ് ശില്പികൾ പറയുന്നത്. ശബരിമലയിലെ ധ്വജത്തിന് ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ 7 ഇരട്ടി എന്ന കണക്കാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൊടിമരത്തിന് 14 കോൽ 2 വിരൽ ആണ് ഉയരം. അതിന് 15 പറകൾ ഉണ്ടായിരിക്കണമെന്നാണ് കണക്ക്. അതിൻ്റെ ഏറ്റവും മുകളിലായി ഭഗവാന്റെ വാഹനം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ സ്വരൂപം ഏതിലൂടെയാണോ ഭക്തർക്ക് സ്പഷ്ടമാകുന്നത് അതിനെ പ്രതീകവൽക്കരിക്കുന്നതാണ് വാഹനം. സാധാരണയായി തിര്യക്ക് രൂപങ്ങളിൽ ഒന്നാണ് വാഹനമായി പറയുന്നത്. മഹാവിഷ്ണുവിന് ഗരുഡൻ, ശിവന് ഋഷഭം, ദുർഗയ്ക്ക് സിംഹം, സരസ്വതിക്ക് ഹംസം എന്നിങ്ങനെയാണ് വാഹനം. പുലിവാഹനനായാണ് അയ്യപ്പനെ ഭക്തമനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ തന്ത്രശാസ്ത്രങ്ങളിൽ ശാസ്താവിൻ്റെ വാഹനമായി പറയുന്നത് കുതിരയെയാണ്. അങ്ങനെയാണ് ധ്വജപ്രതിഷ്ഠയിൽ അശ്വത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശാസ്താവിൻ്റെ കൊടിയടയാളവും കുതിര തന്നെയാണ്. വാചിവാഹനനായിട്ടുള്ള സ്വർണ്ണ കൊടിമരമാണ് ഇപ്പോൾ ശബരിമലയിലുള്ളത്. 18 മലകൾക്ക് അധിപനായ അയ്യപ്പസ്വാമിയുടെ കൊടിമരത്തിന് പ്രത്യേക സ്ഥാനമാണ് ഭക്തഹൃദയങ്ങളിലുള്ളത്. 2018 ജൂൺ 25 പുതിയ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ നടന്നത്. 9 കിലോ സ്വർണവും 300 കിലോ ചെമ്പും വെള്ളിയും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കാറ്റിനെ വെല്ലുന്ന വേഗത്തിൽ അശ്വാരൂഢനായി ഭക്തരുടെ മനസ്സായ കാട്ടിൽ വിഹരിക്കുന്ന വില്ലാളി വീരനായ ശ്രീധർമ്മശാസ്താവായിട്ടാണ് ഭക്തലക്ഷങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുള്ളത്.